ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പറയുന്നത് നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരു വെട്ട് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റിയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു പിഞ്ച് സോഡാപ്പൊടിയും അല്പം ഉപ്പുപൊടിയും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ തന്നെ 4 ഏലക്കയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററും 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. 1 മണിക്കൂർ റെസ്റ്റിന് വേണ്ടി അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായി പോകരുത്, അല്പം കട്ടിക്ക് തന്നെ പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഓരോ പീസും എടുത്തിട്ട് വെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസുകളും വെട്ടിട്ട് കഴിഞ്ഞു. ഇനി ഒരു പാൻ കത്തിച്ച് വെച്ച് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒരുപാട് ചൂടാവരുതേ. ഇനി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഓരോ പീസും ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ വെട്ട് കേക്കെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഞാനിതാ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചായക്കുള്ള വെള്ളവും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ചായൻ്റെ ഒപ്പം കഴിക്കാനുള്ള 4 മണി പലഹാരം വെട്ട് കേക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം.